ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. നിതീഷ് കുമാറിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിനീത വി.ജി. വിവരങ്ങളുമായി. വിനീത, തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അതിന്റേതായ പ്രാധാന്യമുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് പട്നയിലുള്ള മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിലാണ് ഉള്ളത്. ഈ വസതിയിലെത്തിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. കൂടിക്കാഴ്ചയിൽ ചില നേതാക്കളടക്കം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തണം, പ്രചരണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുമുണ്ട്. നേരത്തെ തന്നെ ഈ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രതികരണമൊക്കെ വലിയ രീതിയിൽ വിവാദങ്ങളിലേക്കും അത് രാഷ്ട്രീയ തലങ്ങളിലേക്കുള്ള ചർച്ചയ്ക്കൊക്കെ തന്നെ വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച നടന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കളെല്ലാം തന്നെ ഒരു പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ 40ഓളം കഴിഞ്ഞ ദിവസം BJP 40ഓളം താരപ്രചാരകരുടെ പട്ടികയടക്കം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബീഹാറിലേക്ക് എത്തി NDAക്ക് വേണ്ടി പ്രചരണത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നേതാക്കളൊക്കെ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത് ഇവിടെ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ എത്തി നേതാക്കൾ ഏതാണ്ട് അരമണിക്കൂറോളം ആ കൂടിക്കാഴ്ചയിൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ, പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത്. ഒപ്പം ഇന്ന് വൈകിട്ട് 3 മണിക്ക് അമിത്ഷായ്ക്ക് പട്നയിൽ ഒരു പരിപാടിയുണ്ട്. അദ്ദേഹം പട്നയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. വരും ദിവസങ്ങളിലും BJPയുടെ കേന്ദ്രമന്ത്രിമാർ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിമാർ, പ്രമുഖ നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെ ബീഹാറിലേക്ക് എത്തിച്ചേരും. അമിത് ഷാ കൂടിക്കാഴ്ച, നിതീഷ് കുമാർ കൂടിക്കാഴ്ച അത് അവസാനിച്ചിരിക്കുന്നു. പട്നയിൽ നിന്ന് വിനീത വി.ജി. ആണ് തത്സമയം വിവരങ്ങൾ നൽകിയത്. നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.